അവൻ ഏതെങ്കിലും പുതിയ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്തു പോയാൽ കുറച്ചൊക്കെ അവർ പറയുന്നത് ശരിയായിരിക്കും അല്ലേ? ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ചിന്തിച്ചാ മതി. കുറച്ചെങ്കിലും ഈ നവീനവാദികൾ, പുത്തംവാദികൾ, ഞാൻ പേരൊന്നും പറഞ്ഞ് ഈ സദസ്സിനെ മലീമസമാക്കുന്നില്ല, അവരുടെ പേര് പോലും പറയാൻ നാവിന് എന്തെങ്കിലും അല്ലാഹു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം പോയി പോവും. അത്ര മോശപ്പെട്ടവരാ. ഈ ദീനിനെ ഭീകരവാദി എന്ന് വിളിക്കാൻ, ഭീകരവാദികളെന്ന് മുസ്ലിമീങ്ങളെ വിളിക്കാൻ ലോകാടിസ്ഥാനത്തിലും രാജ്യാടിസ്ഥാനത്തിലും ഈ സംസ്ഥാനത്ത് എവിടെയാകട്ടെ ഈ മതത്തിനൊരു കരിനിഴൽ വീർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാരാ? സമാധാനം കാംക്ഷിക്കുന്ന സഹിഷ്ണുതയുടെ നേതാക്കന്മാരായ അയിമ്മത്തല്ല, പണ്ഡിതന്മാരല്ല. അള്ളാന്റെ ഹബീബായ പ്രവാചകനോട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാന്റെ റസൂലെ നിങ്ങൾ പരിക്കൻ സ്വഭാവമുള്ള ആളായിരുന്നെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് ആരും ഉണ്ടാവൂല. നിങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകനായതുകൊണ്ടാ ആളുകളെല്ലാം, മുഴുവൻ ആളുകളും, മുഴുവൻ ലോകങ്ങളും, മുഴുവൻ മനസ്സുകളും അങ്ങിലേക്ക് അടുത്തത്. ഇസ്ലാം കാരുണ്യം, ഇസ്ലാമിന് വേറൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ ഇസ്ലാമിനെ വാളിന്റെയും ബോംബിന്റെയും വിചണ്ഡവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും മതമാക്കി എവിടെയെങ്കിലും ഒറ്റപ്പെട്ട എതിർപ്പുകളെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒറ്റ കാരണം ഈ പുത്തൻവാദികളാണെന്ന് പറയാൻ, അടിസ്ഥാനപരമായി പറയാൻ, ആധികാരികമായി പറയാൻ, ചരിത്രം മുമ്പിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.